നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്താണ്? പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പ്ലൂറൽ ഫോംസ് വരുമ്പം എങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണം എന്നാണ് അല്ലേ? അതായത് നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ നമ്മൾ പഠിച്ചു പൊതുവായിട്ടുള്ള കാര്യങ്ങളെ പറ്റി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നെഗറ്റീവ് ഫോംസ് എങ്ങനെ ഉണ്ടാക്കണം, അതായത് നമ്മളൊരു കാര്യം ചെയ്യാറില്ല, ചെയ്യുന്നില്ല എന്നെങ്ങനെ പറയണം. നമ്മൾ ലാസ്റ്റിൽ പഠിച്ച സ്ട്രക്ചർ എന്താണ്? എല്ലാം ഈ സ്ട്രക്ചറിനകത്താണ് ഉള്ളത്. സോ നമ്മൾ എന്താണ്, സബ്ജക്റ്റ് പ്ലസ് ഡു പ്ലസ് V1 പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറാണിത്. നമ്മൾ യൂസ് ചെയ്ത ഹെൽപ്പിംഗ് വെർബ് എന്താണ്? ഡു ആണ് അല്ലേ? ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഡു വെച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെയാണ്? ഡു യു സ്റ്റഡി? ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? യെസ് ഐ ഡു. ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്, യെസ് ഐ ഡു. ഞാനൊരു കാര്യം ചെയ്യുന്നില്ല എന്നെങ്ങനെ ആൻസർ ചെയ്യും? നോ ഐ ഡു നോട്ട്, അല്ലെങ്കിൽ എന്താണ്? ഡോണ്ട്. സോ നമ്മളൊരു കാര്യം ചെയ്യാറില്ല എന്നെങ്ങനെ പറയാം? ഐ ഡോണ്ട്. ഇപ്പം ഞാൻ പഠിക്കുന്നില്ല, ഐ ഡോണ്ട് സ്റ്റഡി. ഐ ഡോണ്ട് സ്റ്റഡി. ഞങ്ങൾക്ക് പരസ്പരം അറിയത്തില്ല, വി ഡോണ്ട് നോ ഈച്ച് അതർ. അവർ ഇവിടെയല്ല താമസിക്കുന്നത്, ദേ ഡോണ്ട് ലീവ് ഹിയർ. ഓക്കെ, സോ ഡോണ്ട് ലീവ് ഹിയർ. നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവ് ഫോമിൽ പറയുന്ന സമയത്ത്, നമ്മളൊരു കാര്യം ചെയ്യുന്നില്ല, ചെയ്യാറില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ നെഗറ്റീവ് ഫോമായിട്ടുള്ള ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഈ 15 സ്ട്രക്ചേഴ്സ് എവിടെ നിന്നായിരിക്കും അല്ലേ? ഇന്ന് നമ്മൾ കണ്ടത് എന്താണ്? ജസ്റ്റ് ബേസ് മാത്രമാണ്. ഇനിയുള്ള വീഡിയോസുകളിൽ ഈ 15 സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ ഇംഗ്ലീഷ് ഈസി ആയിട്ട് സംസാരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഡു ഫോളോ us for more updates.